ഇനി ഞാനൊന്ന് നോക്കട്ടെ ടേസ്റ്റ് ഒക്കെ നോക്കി. അടിപൊളി. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ തന്നെയാണ്. അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾക്കിവിടെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്ത് തന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് കന്നഡയിലൊക്കെ യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായ ഒരു റെസിപ്പിയാണെന്ന് പറഞ്ഞ് നമുക്ക് ഷെയർ ചെയ്ത് തന്നതാണ്. എന്നിട്ട് പറഞ്ഞ് നിങ്ങളിത് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ഗാർലിക് ചിക്കൻ കബാബാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളി വേണം. ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ ചിക്കൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനനുസരിച്ചുള്ള അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയാണ് വേണ്ടത്. നമുക്ക് ഗാർലിക് കബാബ് എന്ന് പറയുമ്പോൾ വെളുത്തുള്ളി ആവശ്യത്തിന് വേണം. ഞാനിവിടെ ഒരു വലിയ വെളുത്തുള്ളി മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് വേണം. നമ്മൾ വേറെ എരിവിനും കുരുമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല, പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നീട് ഇതിനകത്ത് വേണ്ടത് ഒരു വലിയ കഷ്ണം പട്ട വേണം. പിന്നെ 2-3 ഗ്രാമ്പൂ വേണം. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലോർ വേണം, മൈദ വേണം, അരിപ്പൊടി. അതൊക്കെ വളരെ കുറച്ച് മതി. അതുകൊണ്ട് ഞാനിത് ആദ്യം എടുത്ത് കാണിക്കുന്നില്ല. അപ്പം ആദ്യം തന്നെ നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഗ്രാമ്പൂവും പട്ടയും ഇത് ഇത്രയും കൂടെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം ഇത് നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കത്തില്ല. അതിന് പകരം നമ്മൾ ഇതിനകത്ത് തൈര് ചേർത്ത് കൊടുക്കുക. അപ്പം നല്ലതായിട്ട് അരഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ആ സമയത്തൊന്നും ചേർക്കണ്ട. എനിക്കിവിടെ അരച്ചെടുത്തപ്പം അരയാനൊരു ഇച്ചിരി പാടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വെള്ളത്തിന് പകരമായിട്ട് തൈരാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 സ്പൂണിനടുത്ത് തൈര് ഇവിടെ ചേർത്ത് കൊടുത്താണ് ഇത് നന്നായിട്ട് അരച്ചെടുത്തത്. അപ്പം ഞാൻ ഇതെല്ലാം ചെറിയ ജാറിലിട്ടത് എനിക്ക് ഇതുപോലൊരു ഇത്രയും അരഞ്ഞോളായിരുന്നു. അപ്പം ഞാൻ ഇതിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ അരച്ചെടുത്തു. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തൊക്കെ ചേർക്കാനായിട്ട് പൊടിയൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് കോൺഫ്ലോർ ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് എടുത്തത്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഫുൾ എടുത്തില്ല, ഒരു ശകലം കുറവായിരുന്നു. അത്രയും ഞാൻ മൈദപ്പൊടിയും എടുത്ത് അതുപോലെ തന്നെ അത്രയും തന്നെ 1 ടേബിൾ സ്പൂണിനടുത്ത് അരിപ്പൊടിയും കൂടെ വേണം നമുക്ക്. അപ്പം ഇത് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് മുഴുവനായിട്ട് വന്നില്ല, ഒരു ശകലം കുറവുണ്ടായിരുന്നു. പിന്നെ അരിപ്പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ മൊത്തം ഇട്ടില്ല, അതിനൊരു 3/4 ടേബിൾ സ്പൂണാണ് അരിപ്പൊടിയും ചേർത്ത് കൊടുത്തത്. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊരു 1/4 സ്പൂൺ കാണുമായിരിക്കും, അത്രയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിന് ആവശ്യമുള്ള അത്രയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇത് വെള്ളം ഒഴിച്ചല്ല, നമ്മൾ ഇതിനകത്ത് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആ അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തൈര് ചേർക്കാതെയാണ് ഇത് അരയ്ക്കുന്നതെങ്കിൽ ഈ സമയത്ത് തൈര് ചേർത്ത് കൊടുത്താൽ മതി, ഒരു പുളിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു ശകലം കസൂരി മേത്തിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട കൂടി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് ചിക്കൻ ഇതിനകത്തൊന്ന് ഇളക്കി നമുക്ക് 1 മണിക്കൂർ വെച്ചേക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ നല്ലവണ്ണം കൈകൊണ്ട് തന്നെ അത് ഇളക്കി നല്ലവണ്ണം മിക്സാക്കി ഇനി നമുക്ക് ഇതിനകത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഇതിനകത്തോട്ട് പുരട്ടിയിട്ട് ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചത്. അങ്ങനെ അതെല്ലാം നല്ലോണം സെറ്റാക്കി ഇനി ഇത് 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇനി നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. നമുക്ക് കടായി വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഇത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം.
അങ്ങനെ വേണ്ട നമ്മുടെ ഗാർലിക് ചിക്കൻ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്കൾ അമ്മ ഒരു സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ട്. കണ്ണടച്ചിരുന്നോ? ചിക്കനാ ചിക്കൻ. അത് ലീഫൊന്നും അല്ല, അത് അതിനകത്ത് ഇരുന്നുണ്ട്, അതിൻ്റെ കളറാണ്. അതെ, കറിവേപ്പിലയും ഒരിലകളും തിന്നാത്തതാ, അത് കിള്ളിപ്പറിക്കും അതിനകത്തിരുന്ന്. കുഞ്ഞു ഇഷ്ടായോ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എന്ന് പറഞ്ഞ സൂപ്പർ. സൂപ്പർ. കണ്ണമ്മനെ എങ്ങനെയുണ്ട്? മീമിയോ? സൂപ്പർ. ചേട്ടൻ നോക്കി. ഇനി ഞാനൊന്ന് നോക്കട്ടെ, ടേസ്റ്റ് ഒക്കെ നോക്കി. അടിപൊളി. സൂപ്പറായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് വിജയിച്ചേട്ടനാണ് ഈ റെസിപ്പി അയച്ചു തന്നത്. അടിപൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം. ബൈ.